അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോക മതങ്ങളും വിവിധ മതകീയ ആശയങ്ങൾക്കുമെല്ലാം ഏറ്റവും അടിസ്ഥാനമായി വർത്തിക്കുന്നത് ദൈവസങ്കല്പം എന്ന ആശയമാണ്. ദൈവമുണ്ട് എന്നതാണ് ലോകത്തെ എല്ലാ മതവും ഈ തരത്തിലുള്ള ആശയങ്ങളുമെല്ലാം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ അവിടെ ഒരു യുക്തിയുടെയോ അല്ലെങ്കിൽ സമർത്ഥനത്തിൻ്റെയോ ആവശ്യമില്ലാതെ തന്നെ കോടാനുകോടി മനുഷ്യന്മാർ ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വിശ്വസിച്ച് പോകുന്നു. ലോകത്ത് വിവിധ തരത്തിലുള്ള മതങ്ങളുണ്ട്. ആ മതത്തിൻ്റെ ചേരുവകളുള്ള വിവിധ തരത്തിലുള്ള സിന്തസിസുകളും നമുക്ക് ലോകത്ത് കാണാം. ഇവരെല്ലാം അഭിപ്രായ വ്യത്യാസം മന്യേ തന്നെ ദൈവം ഉണ്ട്, ആ ദൈവത്തിൽ വിശ്വസിക്കണം, ഒരു പരാശക്തിയുണ്ട് എന്ന് പറയുന്ന ഇതിൽ വ്യത്യാസമില്ല. എന്നാൽ അതേസമയം തന്നെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട്. അത് ചിലപ്പോൾ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടതാവാം. അതുപോലെ തന്നെ ഏകദൈവ വിശ്വാസമുണ്ട്. ഏകദൈവ വിശ്വാസത്തിൽ തന്നെയും വ്യതിരിക്തമായ നിലപാടുകൾ സൂക്ഷിക്കുന്ന കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാം, മതവിഭാഗങ്ങളിൽ നമുക്ക് കാണാം. അത് ലോകത്ത് പ്രധാനമായും ക്ലാസിക്കൽ തെയിസം എന്ന് വിളിക്കുന്നൊരു ഭാഗമാണ്. ഏകദൈവ വിശ്വാസികളായ ജനവിഭാഗങ്ങൾ, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മതവിഭാഗങ്ങൾ, അതാണ് പ്രധാനമായും നമുക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന നിലയിൽ വ്യതിരിച്ച് പറയാൻ പറ്റുന്നൊരു വിഭാഗം. രണ്ടാമത് ദെയിസം എന്ന് പറയുന്നൊരു വിഭാഗമാണ്. ഈ യൂണിവേഴ്സിന്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ട്, അതൊരു സത്യമാണ്. എന്നാൽ ഈ സൃഷ്ടാവ് ലോകത്തിൻ്റെയോ അല്ലെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദെയിസ്റ്റ് വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പാന്തീസം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഗോഡാണ്, ദൈവമാണ് യൂണിവേഴ്സ് എന്നും എല്ലായിടത്തും ദൈവമുണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ പാനന്തെയിസം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അതായത് യൂണിവേഴ്സിൽ ദൈവമുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നത് ദൈവത്തിലാണ്, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെക്കാളും വലുതാണ് ദൈവം, അതേസമയം തന്നെ പ്രപഞ്ചം ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു പാനത്തെയിസം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ചിന്താധാരയും നമ്മുടെ ഈ ലോകത്ത് നിലവിലുണ്ട്. അതുപോലെ തന്നെ ഏത്തിസം എന്ന് നമുക്കറിയാവുന്ന ദൈവത്തെയോ ദൈവങ്ങളെയോ കുറിച്ചുള്ള ഒരു അഭൗതികമായ ശക്തികളെ ശക്തമായി നിഷേധിക്കുന്ന വിഭാഗം എന്ന തരത്തിൽ ഏത്തിസം നമുക്കിടയിലുമുണ്ട്. അതായത് നാസ്തികവാദികളും ആസ്തികവാദികളും എന്ന് നമുക്ക് തരംതിരിച്ച് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വകതിരിവുകളൊക്കെയും ഉള്ളത്. അതുപോലെ തന്നെ ഈ അഗ്നോസ്റ്റിസിസം എന്ന് പറയുന്ന ദൈവം ഉണ്ട് എന്ന കാര്യത്തിൽ തന്നെയും ഒരു അവ്യക്തതയില്ലാത്ത, ഒരു ഉറപ്പില്ലാത്ത തരത്തിലുള്ളൊരു സന്ദേഹവാദികളായ വിഭാഗത്തെ നമുക്ക് ഈ ഒരു ചർച്ചയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ മതങ്ങളുണ്ട്. ഇപ്പോൾ ഹിന്ദു മതം എന്നത് ഒരു മതമാണ് എന്ന കാര്യത്തിൽ വിവിധ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. കാരണം ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരുപാട് ആശയങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഒരു സിന്തസിസ് ആണ് എന്നാണ് പൊതുവെ അതിനെക്കുറിച്ച് അവരുടെ പണ്ഡിതന്മാർ തന്നെ പറയുന്നത്. കാരണം ഹിന്ദുമതത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു സൗകര്യത്തിന് വേണ്ടി ഹിന്ദുമതം എന്നാണ് ഞാനും ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഹിന്ദുയിസത്തിനുള്ളിൽ തന്നെ നിരവധി ദൈവത്തെക്കുറിച്ചുള്ള നിരവധി തത്വചിന്തകളുണ്ട്. അതിൽ ഏകദൈവ വിശ്വാസികളുണ്ട്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശത്തിൻ്റെ ആ ഒരു കിതാബിൽ, ആ ഒരു ബുക്കിൽ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ശ്ലോകങ്ങളുടെ ഒരു കളക്ഷനാണ് എന്ന് പറയുന്ന ചർച്ച നമുക്ക് കാണാം. ചാർവാകന്മാരുണ്ട്, ദൈവനിഷേധികളായ ചാർവാകന്മാർ. അവരും ഹിന്ദു സന്യാസി രൂപങ്ങളിലുള്ള വകഭേദമാണ്. അതുപോലെ തന്നെ ഈ അദ്വൈത ഫിലോസഫി, ഡ്യുവാലിറ്റി എന്ന് പറയുന്ന സാധാരണ ദൈവസങ്കല്പത്തിന് വ്യത്യസ്തമായി എല്ലാത്തിലും ദൈവമുണ്ടെന്ന് പറയുന്ന സർവവുമായി അതിന് വളരെ വ്യത്യസ്തമായ ചിന്താധാരയാണ് അദ്വൈത ഫിലോസഫി എന്നത്. ഈ അദ്വൈത ഫിലോസഫി അത് തന്നെയും ഒരു ദ്വൈതം എന്നതിനേക്കാളും അപ്പുറം അദ്വൈതമാണ്. അതായത് എല്ലാം കൂടെ ഒന്നിച്ചു ചേരുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ളൊരു ധാരണയും അവിടെ പറയുന്നുണ്ട്. കാരണം മതങ്ങൾ, പ്രത്യേകിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പ്രധാന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദൈവവും
സൃഷ്ടിയുമെന്നാണ്. ക്രിയേറ്ററും ക്രിയേഷനും എന്ന് പറയുന്ന രണ്ട് ഡ്യുവാലിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ അദ്വൈത ഫിലോസഫിയിൽ നമുക്ക് അത് അവ്യക്തമായിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ തരത്തിൽ സന്ദേഹവാദികളും നമുക്ക് ഹിന്ദുയിസത്തിനുള്ളിൽ തന്നെ വിവിധ ആൾക്കാരെയും കാണാം. അങ്ങനെ ഹിന്ദുയിസത്തെ ഒരു മതമായി ചിത്രീകരിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ക്രിസ്ത്യാനിറ്റിയെയും കുറിച്ച് പറയാൻ പറ്റുന്നത്. ക്രിസ്ത്യാനിറ്റി, യഹൂദ മതം എന്നൊക്കെ പറയുന്നത് അത് സെമിറ്റിക് റിലീജിയൻ്റെ ഭാഗത്തിൽപ്പെടുന്നതാണല്ലോ. സെമിറ്റിക് മതങ്ങളുടെ പൊതുവായി അതൊരു ഏകദൈവ വിശ്വാസത്തിൽ ഊന്നുന്നവരാണ്. എന്നാൽ അതേസമയം തന്നെ പ്രത്യേകിച്ച് യഹൂദ മതത്തിൻ്റെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഈ ദൈവവുമായി ബന്ധപ്പെട്ടതുണ്ട്. അത് യഹൂദരും ദൈവവും തമ്മിലുള്ള ഒരു അപൂർവമായ ഒരു യുണീക്കായ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന, അതുപോലെ തന്നെ വളരെ സ്ട്രിക്റ്റായ ഏകദൈവ വിശ്വാസം പുലർത്തുന്ന ഒരു മതമാണ് ജൂദായിസം എന്ന് പറയുന്നത്. ദൈവം അത് അബ്സല്യൂട്ട് യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന, ദൈവം ഒന്നാണ്, അത് അതായത് ലോഡ് ഈസ് വൺ, ദ ലോഡ് ഈസ് അവർ ഗോഡ്, ദ ലോഡ് ഈസ് വൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബൈബിളിൻ്റെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ അത് നമുക്ക് കാണാം. ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണല്ലോ തോറയുടെ ഭാഗമായി അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ വിഷയങ്ങളിൽ വളരെ വളരെ ശക്തമായി ഏകദൈവ വിശ്വാസത്തെ ഊന്നുന്ന വർത്തമാനങ്ങൾ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന് ഒരു തരത്തിലുള്ള ഒരു സമരായ ആൾക്കാരോ പങ്കുകാരോ ഇല്ല എന്ന് ബാക്കിയുള്ള സെമിറ്റിക്, ക്രിസ്ത്യൻ, ഇസ്ലാം വിശദീകരിക്കുന്ന പോലെ തന്നെ യഹൂദ മതം ഈ ഒരു കാര്യത്തെ മുന്നോട്ട് വെക്കുന്നത് കാണാൻ കഴിയും. ദൈവം എന്ന് പറയുന്നത് ഒരു ട്രാൻസെൻഡൻ്റ് ആണ്. ആ ഒരു കാഴ്ചപ്പാടിലാണ് അവരും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഒരു മെറ്റീരിയൽ യൂണിവേഴ്സോ ഒരു സ്പേസോ ഒരു ടൈമോ അതിൽ നിന്നും വളരെ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ശക്തി എന്ന നിലയിലാണ് യഹൂദമതവും. സ്വാഭാവികമായും ഇത് തന്നെയാണ് മറ്റുള്ള സെമിറ്റിക് മതങ്ങളും. ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം ഇതേ ഒരു ആശയം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ലോകം എല്ലായിടത്തും ഒരു ഒമ്നിപ്രസൻ്റായ, അതായത് ട്രാൻസ്ജെൻഡറും കൂടിയാണ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഒമ്നിപ്രസൻ്റായ, എല്ലായിടത്തും സജീവമായി സാന്നിധ്യമുള്ള ഷെഹ്ന എന്ന് പറയുന്ന പദപ്രയോഗമാണ് അവർ ഉപയോഗിക്കുന്നത്. ഡിവൈൻ പ്രസൻസ് എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ദൈവികമായ സാന്നിധ്യം എന്നുള്ള അർത്ഥത്തിലുള്ള ഷെഹ്ന എന്ന് പറയുന്നൊരു പദം അവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ആട്രിബ്യൂട്ട്സുകൾ ഈ ദൈവത്തിന് നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിലും ഖുർആനിലെയും അല്ലെങ്കിൽ പുതിയ നിയമത്തിലെയും ഖുർആനിലെയും സെയിം പദപ്രയോഗങ്ങൾ, അതേ അർത്ഥങ്ങളുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ ക്രിയേറ്റർ എന്ന് പറയുന്ന, എറ്റേണൽ എന്ന് പറയുന്ന, ഒമ്നിപൊട്ടൻറ്റ്, ഒമ്നിസിയൻറ്റ്, ഒമ്നിപ്രസൻറ്റ്, നീതിമാനും കരുണാമയനുമായ, നിയമവിധാതാവായ, അതായത് ലോ ഗീവറായ എന്നൊക്കെ തരത്തിലുള്ള വിവിധ വിശദീകരണങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും തൗറാത്തിലും ഈ ഒരു വിശദീകരണം അവർക്ക് ദൈവത്തിന് കൊടുക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ദൈവത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ ദൈവത്തിന് ഒരു ഫിസിക്കൽ ബോഡിയില്ല, ഒരു ഫോമോ ഒരു ജെൻഡറോ ഇല്ല. അതുപോലെ തന്നെ ഈ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ദൈവത്തിൻ്റെ ശാരീരിക ഭാഗങ്ങളെ വിശദീകരിച്ച് പറയുന്നത് അതൊരു ഉപമ, ഒരു മെറ്റഫറായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പാടുള്ളൂവെന്നും ദൈവത്തിനെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ സന്ദേശം അത് വിതരണം ചെയ്യുക മാത്രമാണ് ആ പദങ്ങളുടെ ലക്ഷ്യമെന്നും അവരത് വിശദീകരിച്ച് പറയുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫിസിക്കലായോ ഒരു മെറ്റീരിയൽ റെപ്രസെൻറ്റേഷനോ നൽകുന്നത് സ്ട്രിക്റ്റ്ലി അവർ തടയുന്നതും ഈ തോറയുടെ ചർച്ചകളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ വിവിധ പേരുകളിലാണ് അവർ അറിയപ്പെടുന്നത്. യഹോവ എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ആ പദപ്രയോഗം അവർ ഉപയോഗിക്കുന്നു. അഡോനെ എന്ന് പറയുന്ന മൈ ലോഡ് എന്നുള്ള അർത്ഥത്തിലുള്ള പദം അവർ ഉപയോഗിക്കുന്നു. എലോഹിം അല്ലെങ്കിൽ അറബിയിൽ അത് വകഭേദമായി മാറിയ ഇലാഹി എന്നുള്ള അർത്ഥത്തിലുള്ള എലോഹിം എന്നുള്ള പദം അവർ ഉപയോഗിക്കുന്നത് കാണാം. അത് ഹാഷിം, ദ നെയിം എന്നുള്ള അർത്ഥത്തിലുള്ള ഹഷം എന്ന് പറയുന്നൊരു പദപ്രയോഗവും അവർ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കാണാം. അപ്പോൾ ഈ തരത്തിലുള്ളൊരു കൺസെപ്റ്റാണ് ദൈവത്തെക്കുറിച്ച് അവർ ഈ പ്രത്യേകിച്ച് യഹൂദ മതം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഞാൻ പ്രധാനമായും യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാം, ഹിന്ദുമതത്തെയാണ് ഊന്നുന്നത്. ഹിന്ദുമതത്തെക്കുറിച്ച് നേരത്തെ വിശദീകരിച്ചിരുന്നു. യഹൂദമതത്തിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഇതാണ്. ഇനി ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും ഇത് തന്നെയാണ്. ഏകദൈവ വിശ്വാസം എന്ന തരത്തിൽ ക്രിസ്ത്യാനിറ്റിയും, അതെങ്കിൽ ബൈബിൾ, തൗറായിലെയും ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും ന്യൂ ടെസ്റ്റ്മെൻറ്റിലും ഇതേ വിശദീകരണം തന്നെയാണ് ഉള്ളത്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരാശയം
ഇന്ന് നിലനിൽക്കുന്ന ക്രിസ്ത്യാനിയുടെ ആശയം വ്യതിരിക്തമാവുന്നത് ട്രിനിറ്റി കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ്, ത്രിയേകത്വ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അത് കർത്താവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതായത് ലോർഡ്, ഹോളി സ്പിരിറ്റ്, ദ സൺ എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ തരത്തിലുള്ള വ്യത്യസ്തതകൾ നമുക്ക് ബൈബിളിൽ എങ്ങനെ വ്യക്തമായി കാണുവാൻ കഴിയില്ല. പിന്നീട് അത് രൂപപ്പെട്ടത് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചുള്ള ചരിത്രത്തിൽ അത് ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതായത് സെൻറ്റ് പോൾ, അതായത് പൗലോസ് പുണ്യാളൻ, അദ്ദേഹമാണ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ത്രിയേകത്വത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറയുന്ന പഠനങ്ങൾ നമുക്ക് ധാരാളം കാണാം. അതുകൊണ്ട് തന്നെ അതിനെതിരെ സംസാരിച്ച ഒരുപാട് ക്രിസ്തീയ പുരോഹിതന്മാരുണ്ട്. ബർണബാസിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന ഒരു സുവിശേഷമുണ്ട്. അതിൽ ഇതിനോട് വളരെ വ്യത്യസ്തമായ, ഈ പറയുന്ന ട്രിനിറ്റി കൺസെപ്റ്റ് കൊണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവർ പറഞ്ഞിരുന്നു. കാരണം ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഈ പറയുന്ന പ്രവാചകന്മാരെല്ലാം അത് അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്ന പ്രവാചകരാണ്, ആ പ്രവാചകരുടെ അവസാന കണ്ണിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതുകൊണ്ട് ഈ പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞത് തന്നെയാണ് മുഹമ്മദ് നബി പറഞ്ഞത്. അതുകൊണ്ട് വ്യത്യാസമില്ല. പിന്നീട് എന്താണ് ഈ തരത്തിലുള്ള ദൈവസങ്കല്പങ്ങൾ മാറ്റം വരാൻ കാരണം, പിന്നീട് അവരുടെ അനുയായികൾ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ കൈവച്ചതാണ് എന്നാണ് ഖുർആൻ അവകാശപ്പെടുന്നത്. അതിന് തഹരീഫ് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്ന ഒരു സ്വഭാവം അവരുണ്ടായിരുന്നു. അതായത് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ മാറ്റുന്നു. യഹൂദമതത്തിൻ്റെ ഒരു പ്രത്യേകത അത് ജൂയിഷ് പീപ്പിളുടെ ദൈവം എന്നുള്ള അർത്ഥത്തിലാണല്ലോ. അതായത് യഹൂദന്മാരുടെ ദൈവം എന്ന അർത്ഥത്തിലാണ് ഈ ദൈവത്തെ അവർ ചിത്രീകരിക്കുന്നത്. കാരണം ഒരു റേസ് എന്ന രീതിയിലാണ് അവർ സ്വയം പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ തന്നെ അതിനെ വിമർശിച്ച് പറയുന്നത് കാണാൻ കഴിയും. നഹ്നു അഹിബ്ബാഉല്ലാഹു വ അബ്നാഉഹു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരും അള്ളാഹുവിൻ്റെ മക്കളുമാണ് എന്ന രീതിയിൽ അവർ അവകാശപ്പെട്ടതായി ഖുർആൻ അവരെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ മക്കൾ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നൊരു വാദം അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഭൗതികമായ കാര്യങ്ങളിൽ ഖുർആൻ ഒരിടത്ത് പറയുന്നത്, ഇനി എങ്ങാനും ഞങ്ങൾ നരകത്തിൽ പോവുകയാണെങ്കിൽ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ, ബാക്കി ഞങ്ങൾ സ്വർഗത്തിൽ പോകും, കാരണം ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്ന രീതിയിലൊക്കെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ആ തരത്തിലുള്ള ഒരു കുടുംബം, അള്ളാഹുവിൻ്റെ ഒരു കുടുംബം, അള്ളാഹുവിൻ്റെ ഒരു വംശം, അങ്ങനെ ഒരു തരത്തിലുള്ള വ്യാഖ്യാനത്തിൻ്റെ ചില രീതികൾ യഹൂദമതത്തിൽ കാണാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്ത്യാനിറ്റി രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ പിന്നീട് രൂപപ്പെട്ടത് ഈ ട്രിനിറ്റി കൺസെപ്റ്റാണ്. പല വ്യത്യസ്ത വിഭാഗങ്ങൾ അതിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ട്രിനിറ്റി കൺസെപ്റ്റ് ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പൊതുമുഖമായി പിന്നീട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അവിടെയും അതായത് അതിൻ്റെ ഒരു മൂലകാരണത്തിൽ, റൂട്ട് കോസിൽ ക്രിസ്ത്യാനിറ്റി അപ്പോഴും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും പിന്നീട് ഈ പറയുന്ന തരത്തിലുള്ള ഒരു 3 രീതികൾ, പിതാവുണ്ടാവുക, ഫാദർ ഫിഗർ ആയ ദൈവം ഉണ്ടാവുക, അതിൻ്റെ കൂടെ തന്നെ അതിന് പുത്രനുണ്ടാവുക. ആ പുത്രൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. അതായത് ഒറിജിനൽ സിൻ എന്ന് പറയുന്ന ഒരു ചിന്ത ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വെച്ചു, ആദിപാപം എന്നുള്ള അർത്ഥത്തിൽ. ഈ ആദിപാപം തുടങ്ങുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണ്, ഹൗവ ബീവിയിൽ നിന്നാണ്, ഈവ് എന്നിൽ നിന്നാണ്. ഈവ് പിശാചിൻ്റെ പ്രേരണയാൽ ആദമിനെ പ്രേരിപ്പിക്കുകയും അങ്ങനെ ആ വിലക്കപ്പെട്ട കനി തിന്നുവാൻ തുടങ്ങുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അതിനെതിരെയാണ് പിന്നീട് സ്വർഗീയ ബഹിഷ്കരണമൊക്കെയും ഉണ്ടാവുന്നത്. സ്വർഗത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്നതൊക്കെയും അത് ബിബ്ലിക്കൽ നെറേറ്റീവാണ്. അതായത് ഇസ്രായേലിൻ്റെ വായനയാണ്. ഖുർആനിൽ അത് ആ രീതിയിലല്ല അത് അവലോകനം ചെയ്യുന്നത്. കാരണം ഞാനിത് പറയാൻ കാരണം, ഈ ഒറിജിനൽ സിന്നിൻ്റെ അതിന് മോചനം നൽകുവാൻ, ആ പാപങ്ങൾക്കൊരു വിമോചനം, സാൾവേഷനായി ഒരു കുരിശ് മരണം വരിച്ച ദൈവപുത്രനാണ് ഈസ എന്ന രീതിയിലാണ് ജീസസിനെ അവർ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതായത് ഒരു പുത്രൻ്റെ ഭാവത്തിൽ ദൈവം വരികയും മനുഷ്യന്മാരുടെ മുഴുവൻ കുറ്റങ്ങളും ഏറ്റെടുക്കുന്ന ഒരാളെന്ന നിലയിലാണ് ആ ഒരു കൺസെപ്റ്റ് പോലും വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇതിൻ്റെ ഭാഗമായി മേരി മാതാ, അതായത് മാതാവും മറിയമിനെയും വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന, അവർക്കും ഒരുപാട് അമാനുഷിക കഴിവുകളും ശക്തികളും ദൈവീക പരിവേഷം നൽകുന്ന തരത്തിലേക്കും പിൽക്കാലത്ത് ക്രിസ്ത്യാനിറ്റി മാറുന്നു. അതായത് അവർ താത്വികമായി ഏകദൈവ വിശ്വാസമാണ് അവകാശപ്പെടുന്നതെങ്കിൽ പോലും
പക്ഷേ പിന്നീട് പ്രായോഗിക വശത്തിൽ വിവിധ തരത്തിലുള്ള ബഹുദൈവാരാധനയുടെ അംശങ്ങളും ചിന്തകളും വ്യാഖ്യാനങ്ങളും ക്രിസ്തീയ ചിന്തകളിൽ കൂടിക്കലർന്നു എന്നതും നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിൽ നടക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ലോകത്തിൻ്റെ നമുക്ക് മുമ്പിലുള്ള പ്രധാന മതവിഭാഗങ്ങൾക്കിടയിൽ ദൈവമുണ്ട് എന്നും ദൈവത്തിന് ഇങ്ങനെയുള്ള വിവിധ വായനകളുണ്ട് എന്നും അവർ പറയുന്നു. അതിൻ്റെ കൂടെയാണ് ചേർത്ത് പറയേണ്ടത് ഷിർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്. അതിൽ ഖുർആൻ തന്നെ ഈ ഷിർക്കിനെ അവലോകനം ചെയ്യുന്ന ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് അവർ ഷിർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ഈ അറേബ്യൻ പശ്ചാത്തലത്തെ ഖുർആൻ വിമർശന വിധേയമാക്കുന്നുണ്ട്. അവർ ഒന്ന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക, അത് ദൈവത്തിന് സമന്മാരായി മാറ്റുക. അസ്നാം എന്നുള്ള പദമാണ്, അല്ലെങ്കിൽ ഔസാൻ അല്ലെങ്കിൽ അസ്നാം എന്നുള്ള പദങ്ങളാണ് ഇതിന് ഖുർആൻ ഉപയോഗിക്കുന്നത്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക, അത് മൂർത്തികളാക്കി അതിനെ കഴിവ് സ്വയം അങ്ങോട്ട് അവരോധിച്ച് കൊടുക്കുക, അതിന് കഴിവുണ്ടെന്ന് പ്രഖ്യാപിക്കുക, എന്നിട്ട് അതിനോട് പ്രാർത്ഥിക്കുക, എന്നിട്ട് ഈ പ്രാർത്ഥന ഒരു ഇൻ്റർമീഡിയേറ്ററായിട്ട് ഒരു മധ്യവർത്തിയായി അവരെ സ്വീകരിക്കുകയും ചെയ്യുക. അതാണ് അവർ ഉണ്ടാക്കിയ ഒരു രീതി. പക്ഷെ അതേസമയം തന്നെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവരോട് ഈ പ്രപഞ്ചം ആരാണ് സൃഷ്ടിച്ചത്, ഈ പറയുന്ന ആകാശഭൂമികൾ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ മക്കക്കാർ അന്ന് അറബികൾ പറയുമായിരുന്നു അത് അള്ളാഹുവാണ് എന്ന് പറയുമായിരുന്നു. അള്ളാഹുള്ള വിശ്വാസം ഉണ്ട്. അതിൻ്റെ കൂടെ ഈ തരത്തിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് കണക്ട് ചെയ്യുകയായിരുന്നു അവർ ചെയ്തെന്ന് പറയുന്നു. മറ്റൊന്ന്, അവർ ചെയ്യുന്ന ജിന്നുകൾ, അഭൗതികമായ ശക്തികളിലുള്ള വിശ്വാസം, ആ വിശ്വാസം പടച്ചവനോട് ദൈവത്തോട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ജിന്ന് ഉണ്ടാവുക, പ്രത്യേകിച്ച് ചില മലകളുടെ സംരക്ഷകർ ജിന്നുകളാണ്, അതുകൊണ്ട് ആ വഴിയിൽ പോകുമ്പോൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അവരുണ്ടായിരുന്നു. ആ ജിന്നുകളിലൂടെ പ്രാർത്ഥിച്ച് അത് പടച്ചവനിലൂടെ രക്ഷ നേടുവാൻ ശ്രമിക്കുക എന്നായിരുന്നു അവരുടെ രീതി. മറ്റൊന്ന്, മലക്കുകളിൽ അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ മലക്കെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. ഞാനിത് പറയുന്നത് ഈ ഷിർക്കിൻ്റെ ഒരു അറേബ്യൻ പശ്ചാത്തലത്തിലുള്ള വിശദീകരണമാണ്. നമുക്കത് ഇന്ത്യയിലേക്കൊക്കെ അത് കണക്ട് ചെയ്യാൻ കഴിയും. അതായത് അഭൗതിക ശക്തികളെയൊക്കെയും അള്ളാഹുലേക്ക് കണക്ട് ചെയ്യുകയും അത് പങ്കുകാരാക്കി മാറ്റുകയും ചെയ്യുക. അപ്പോൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്, അതായത് അള്ളാഹു ഉണ്ട് പക്ഷേ അള്ളാഹുവിന് കുടുംബമുണ്ട് എന്ന് പറയുന്ന ഒരു ധാരണയായിരുന്നു അവർ പുലർത്തിയിരുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സംവിധാനമാണ് അത് നമ്മൾ ഇന്ത്യയിലേക്കും കാണാം. ആര്യന്മാരുടെ വരവോടുകൂടി മെസപ്പൊട്ടേമിയൻ ഭാഗത്തുണ്ടായിരുന്ന പലതരത്തിലുള്ള വിഗ്രഹങ്ങളും ഇന്ത്യയിലേക്ക് എത്തിയതായ ചരിത്ര പഠനങ്ങളുണ്ട്. അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ ഇന്ത്യയിൽ ബഹുദൈവാരാധന ഉണ്ടായിരുന്നതായി ചില പഠനങ്ങളുണ്ട്. ഖുറാൻ്റെ ഒരു അവകാശപ്പെടുന്നത് പ്രകാരം നൂഹ് നബിയുടെ കാലഘട്ടത്തിലൂടെയാണ് ഈ ഷിർക്ക് എന്ന് പറയുന്ന ബഹുദൈവാരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധനയുടെ തുടക്കമെന്ന് ചില നിരീക്ഷണങ്ങൾ ഖുർആനും അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, അറേബ്യൻ കാലഘട്ടത്തിൽ കാബയ്ക്കുള്ളിൽ ഇബ്രാഹിം നബീൻ്റെയും ഇസ്മായിൽ നബീൻ്റെയും അടക്കം വിഗ്രഹങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. അതായത് ഏകദൈവ വിശ്വാസം പറഞ്ഞു എന്ന് ചരിത്രം പറയുന്ന അവരുടെ പോലും വിഗ്രഹങ്ങൾ അവർ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഗ്രഹാരാധന, എന്തുകൊണ്ട് വിഗ്രഹാരാധന എന്ന് പറയുന്നൊരു ചർച്ചയും കൂടെ ഉണ്ട്. ദൈവ സങ്കല്പത്തിൽ എന്തുകൊണ്ട് വിഗ്രഹാരാധന? കാരണം ഒരു എക്സ്ട്രീം പ്രോക്സിമിറ്റി, എക്സ്ട്രീം ക്ലോസ്നെസ് ഉണ്ടാകുമ്പോൾ നേരിട്ട് ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അഭൗതിക സാന്നിധ്യം തൻ്റെ മുമ്പിലുണ്ടാവുക എന്ന് പറയുന്ന ആശയത്തിലാവാം ഈ പറയുന്ന ഈ ഒരു ബിംബവൽക്കരണം രൂപപ്പെട്ടെന്ന് പറയുന്നൊരു ചർച്ചയുണ്ട്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ മുമ്പിലുണ്ടാവുക, ഈ പറയുന്ന വിഗ്രഹം ദൈവമല്ല എങ്കിലും ദൈവത്തിൻ്റെ രൂപമായി മാറുക, ആ രൂപത്തിലൂടെ ദൈവത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുക. ഒരുപക്ഷെ ഇതുകൊണ്ടാവാം ഇസ്ലാം, നമുക്കത് പിന്നീട് വിശദീകരിക്കാം, ഇസ്ലാം ദൈവത്തിന് രൂപമില്ല എന്നും, ഇസ്ലാം മാത്രമല്ല യഹൂദ മതവും ക്രിസ്ത്യാനിറ്റിയും ദൈവത്തിന് രൂപമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും രൂപങ്ങളിലേക്ക് എത്തിയത് പിന്നീട് അവർക്കിടയിൽ വന്ന മാറ്റങ്ങളാണ്. പക്ഷേ ഇസ്ലാം അത് പ്രത്യേകമായി തന്നെ എടുത്ത് പറയുന്നു. ദൈവത്തിന് രൂപമില്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ആ വിഗ്രഹങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രതിരൂപമായി കാണുകയും ആ പ്രതിരൂപത്തെ പ്രാർത്ഥിക്കാൻ പോവുകയും ചെയ്യുന്നതോടുകൂടി അത് ദൈവമാണെന്ന് പറയുന്ന തരത്തിലുള്ളൊരു കൺസെപ്റ്റ് പിന്നീട് ചരിത്രപരമായി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നിഷേധിക്കുന്ന രീതിയാണ് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം ഈ ബിംബങ്ങളോട്, ശില്പങ്ങളോട് സ്വീകരിച്ചിരുന്ന നിലപാട്. അപ്പോൾ ആ ഒരു തരത്തിൽ ഇങ്ങനെയാണ് ഷിർക്കിനെയും, ഷിർക്ക് എന്ന് പറയുന്നൊരു ദൈവ സങ്കല്പം കൂടിയാണല്ലോ. കാരണം ദൈവത്തോട്
പങ്കുകാരെ ചേർക്കുന്ന കൺസെപ്റ്റാണ്. ദൈവം ഉണ്ട്, എന്നാൽ ദൈവത്തോട് പങ്കുകാരെ ചേർക്കുക. അപ്പോൾ ഈ തരത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ലോകത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഇനിയാണ് ദൈവത്തിൻ്റെ ഒരു പ്രൂഫുമായി ബന്ധപ്പെട്ട റാഷണാലിറ്റിയും ലോജിക്കുമായി ബന്ധപ്പെട്ട ചർച്ച ഈ ഒരു പശ്ചാത്തലത്തിലാണ് രൂപപ്പെടുന്നത്. മനുഷ്യന്മാർ അവരുടെ ഇമോഷനെ, അവരുടെ താല്പര്യങ്ങളെ, അവർക്ക് അവരുടെ ആഗ്രഹങ്ങളെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തി, തങ്ങളല്ലാത്തൊരു ശക്തി അനിവാര്യമാണെന്ന് മനുഷ്യന്മാർ കരുതുന്നു. അത് അവരുടെ കോൺഷ്യസിൽ, അവരുടെ അവബോധത്തിൽ നിന്നുള്ള രൂപപ്പെടുന്ന ഒരു വികാരമാണ്. ആ ഒരു വികാരം, അതായത് തൻ്റെ കൂടെയുള്ള ഒരാൾക്ക് തന്നെ രക്ഷിക്കാൻ കഴിയില്ല, തൻ്റെ കൂടെയുള്ള ഒരാൾക്ക് തൻ്റെ മാനസിക വ്യതകൾ അറിഞ്ഞ് അത് ഉത്തരം നൽകാൻ കഴിയില്ല. അതിന് മനുഷ്യൻ എന്ന നിലയിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് മനുഷ്യനല്ലാത്ത ഒരു അഭൗതിക ശക്തിയിലേക്ക് ആ ഒരു വിഷയത്തെ കണക്റ്റ് ചെയ്യുക എന്നതാണ് ഈ പറയുന്ന എല്ലാ ദൈവസങ്കല്പത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ ആ ഒരു ചർച്ച നിലനിൽക്കെയാണ് ഈ ലോജിക്കിലൂടെ, റീസണിങ്ങിലൂടെ ദൈവസങ്കല്പത്തെ ചോദ്യം ചെയ്യുന്ന ചർച്ചകൾ രൂപപ്പെട്ടത്. ഇപ്പം നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെയും ഒരു സയൻസ് രൂപപ്പെട്ടതോടുകൂടി ദൈവസങ്കല്പത്തെ നിഷേധിക്കുന്ന പ്രവണത കൂടി എന്നൊന്നുമല്ല. ഇത് പണ്ട് മുതലേ തന്നെ ദൈവസങ്കല്പത്തെ വിമർശിക്കുന്ന രീതികളുണ്ടായിരുന്നു. ഇപ്പം ബൈബിളിലാവട്ടെ, തൗറാത്തിലാവട്ടെ, അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും ന്യൂ ടെസ്റ്റ്മെൻറ്റിലും ഇന്ത്യയിലെ തന്നെ സംസ്കാരത്തിൽ ചാർവാകന്മാരൊക്കെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളവരാണല്ലോ. അവരൊക്കെ തന്നെയും ദൈവം നിഷേധിക്കുന്ന പ്രവണത എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സയൻസ് രൂപപ്പെട്ടു എന്നതുകൊണ്ടല്ല, അത് പകരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ BC കാലത്ത് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയും ദൈവികമായ ഒരു സാന്നിധ്യത്തെ നിഷേധിക്കുന്ന പ്രവണത മനുഷ്യൻ ലോജിക്ക് ഉപയോഗിക്കുന്ന കാലം മുതൽ തന്നെ അത് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൻ്റെ ഈ ലോജിക്കിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ മതത്തിൻ്റെ ചരിത്രമോ ദൈവത്തിൻ്റെ ഹിസ്റ്റോറിസിറ്റിയോ അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ആ ഒരു ചിന്ത മനസ്സിലാക്കണം. അതായത് സയൻസുമായിട്ടല്ല അതിൻ്റെ ബന്ധം, ലോജിക് എന്ന് പറയുന്ന ആശയമായിട്ടാണ് ദൈവസങ്കല്പത്തിൻ്റെ നിഷേധവും സ്വീകാര്യവും തമ്മിലുള്ള ബന്ധം. ഒരേ സമയം തന്നെ ലോജിക്ക് ഉപയോഗിച്ച് ദൈവത്തെ സ്ഥാപിക്കാനും കഴിയും, അതേസമയം തന്നെ ലോജിക്ക് ഉപയോഗിച്ച് ദൈവം ഇല്ല എന്ന് വാദിക്കാനും കഴിയും. അതാണ് ലോജിക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്ക്. ഒരേ സമയം തന്നെ ലോജിക്ക്, റീസണൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കാനും കഴിയും, അതേ റീസണും ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദൈവത്തെ സ്ഥാപിക്കാനും കഴിയും. ഇത് പറയുമ്പോൾ ചെറിയൊരു നുറുങ്ങ് തമാശയും കൂടി പറയുന്നത് നന്നായിരിക്കും. ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിൻ്റെ ദ പ്രോഫറ്റ് നബി എന്ന് പറയുന്ന രചനയിൽ ഒരു ചെറിയൊരു തമാശ പറയുന്നത് പോലെ കാണാം. തമാശയല്ല, അത് വളരെ ഒരു ഹ്യൂമറാണെങ്കിലും അതിൻ്റെ പുറയിൽ ആഴത്തിലുള്ള ചിന്തയുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു പ്രഭാത നേരം ഒരു പണ്ഡിതനും ഒരു നാസ്തികനും തമ്മിൽ കണ്ടുമുട്ടുന്നു. ഇവർ രണ്ടുപേരും വൈകുന്നേരം വരെയും ഒരാൾ ദൈവാസ്തിത്വത്തെക്കുറിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, മറ്റേയാൾ ദൈവത്തെ നിഷേധിക്കാനും ശ്രമിക്കുന്നു. അവസാനം വൈകുന്നേരം നാസ്തികൻ ദൈവവിശ്വാസിയായും പണ്ഡിതൻ ദൈവനിഷേധിയായും പിരിഞ്ഞു പോകുന്നു എന്നാണ് അദ്ദേഹം ആ കഥയിൽ പറയുന്നത്. കാരണം ലോജിക്കിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിൻ്റെ കൂടെ മറ്റൊരു ഉദാഹരണം വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഇതേ ചോദ്യം ചോദിക്കുന്നു, ദൈവമുണ്ടോ എന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നു, എൻ്റെ ചുറ്റും ധാരാളം തെളിവുകളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന തെളിവുകൾ എൻ്റെ കയ്യിലില്ല. അതായത് ദൈവത്തെ ലോജിക്കും അതിൻ്റെ കൂടെ ഇമോഷനും ചേർത്ത് മനസ്സിലാക്കണമെന്ന് പറയുന്ന ഒരു ആശയമാണ് വൈക്കം മുഹമ്മദ് ബഷീർ അവിടെ പറയുന്നത്. അപ്പോൾ ഈ തരത്തിലാണ് ലോജിക്കിൻ്റെ ചരിത്രം തന്നെ. അതുകൊണ്ടാണ് ഈ പ്രൂഫ് ദൈവത്തിന് വേണം. അപ്പോഴാണ് ഒരു ചർച്ച വരുന്നത്, ഈ പ്രൂഫ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സയൻസിൻ്റെ വർത്തമാനം പറയുമ്പോൾ സയൻസ് അത് വൈ എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാറില്ല. വാട്ട്, ഹൗ, എന്തുകൊണ്ട്, എന്ത് എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് ഫിസിക്കലായ മെറ്റീരിയലായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന സയൻസിന് ഫിലോസഫിക്കലായ തിയോളജിക്കലായ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം പറയാൻ പറ്റുക? അതാണ് സയൻസിൻ്റെ ഒരു പരിമിതി. അതായത് ഫിസിക്കലായ
എക്സ്പെരിമെൻ്റൽ അതിൻ്റെ ടൂൾ ഉപയോഗിക്കുന്ന, റീസൺ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു 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 വിഭാഗത്തിന്, ഒരു ജ്ഞാനശാസ്ത്രത്തിന് എങ്ങനെയാണ് ഫിലോസഫിക്കലായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ചർച്ച നമുക്ക് ഈ ഒരു വിഷയത്തിൽ കാണാം. അതും കൂടെ ഞാൻ മുന്നിൽ വെക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൂഫുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഈ ദൈവത്തെ അസ്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ഒരു ഫസ്റ്റ് കോസ്, ആദി കാരണം എന്ന് പറയുന്നൊരു വിഷയമാണ്. ഈ ലോകമുണ്ടാവാൻ ഒരു കാരണം വേണം. അത് സബബ് എന്ന രീതിയിൽ ഈ ഇസ്ലാമിൻ്റെ ഈ അഖീദ രചനകളിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് എല്ലാത്തിനും കാര്യകാരണം വേണം, എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം വേണം, ആ കാരണമാണ് ദൈവം എന്ന രീതിയിൽ. അതാണ് ആദ്യത്തെ പ്രൂഫ്. അതായത് ലോജിക്കലി, ഈ തിയോളജിക്കലി സംസാരിക്കുന്ന ആദ്യത്തെ പ്രൂഫ് എന്ന് പറയുന്നത് കാരണവുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതുമായി സംസാരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഓർഡറും ഈ ലോകത്തിൻ്റെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഇതാരാണ് നിലനിർത്തുന്നത്, ആരാണ് സംരക്ഷിച്ചത്? അതുകൊണ്ട് തന്നെ ഒരു ഡിസൈനർ ആവശ്യമാണ് എന്ന് പറയുന്നൊരു വർത്തമാനം നമുക്ക് ലോജിക്ക് ഇതുമായി ബന്ധപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഫസ്റ്റ് കോസ്, ഒരു കാരണം വേണമെന്ന് പറയുന്നത്. മറ്റൊന്ന്, അതിൻ്റെ ഒരു ഡിസൈനർ ആവശ്യമാണ് എന്ന് പറയുന്ന വാദം. അതുപോലെ തന്നെ അള്ളാഹു ഉണ്ട്, അതായത് അള്ളാഹു എന്ന് പറയുന്നത് ദൈവം ഉണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് ദൈവം ഉണ്ട് എന്ന് വെച്ചാൽ അവൻ ദൈവം ഇല്ല എന്നതിന് നേരെ എതിരായി വരുന്നത്. അതായത് ദൈവം ഉണ്ടാവുക, ദൈവം ക്രിയേറ്റഡ് അല്ലാതിരിക്കുക, ദൈവത്തിന് ഒരു ലിമിറ്റ് ഉണ്ടാവാതിരിക്കുക, ദൈവം ഫിനിറ്റ് ആവാതിരിക്കുക, ദൈവം കോർപ്പോറിയൽ ആവാതിരിക്കുക. അതായത് ഒരു തരത്തിലുള്ള ലിമിറ്റേഷനും ഇല്ലാത്ത ഒരു ശക്തി ഉണ്ടാവുക എന്നത് അനിവാര്യമായി വരുന്നു. ആ ഉണ്മയെക്കുറിച്ചാണ്, അതാണ് ദൈവത്തിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവാസ്തിത്വത്തെ സമർത്ഥിക്കുന്നത് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊന്നാണ് സയൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. സയൻസ് എപ്പോഴും സംസാരിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ സയൻസിൻ്റെ വിഷയത്തെ ഇവിടെ ചേർക്കുന്നത് സയൻറ്റിഫിക് മെത്തേഡിലൂടെയാണല്ലോ, എക്സ്പെരിമെൻ്റൽ സയൻസിലൂടെയാണല്ലോ എല്ലാവരും ഒരു പ്രൂഫ് ആവശ്യപ്പെടുന്നത്. എന്നാൽ മാത്രമേ ഞാൻ വിശ്വാസിയാവുള്ളൂ എന്ന് പറയുന്നൊരു വാദമാണല്ലോ ഇപ്പോൾ ആധുനിക കാലത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ സയൻസിനെ കുറിച്ച് വിശദമായി ഇവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. സയൻസ് പ്രധാനമായും ഡീൽ ചെയ്യുന്നത് അത് ഒരു ഫിസിക്കലായ, ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന, മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു ലോകത്തെക്കുറിച്ചിട്ടാണ്. എന്നാൽ ദൈവമോ ഈ പറയുന്ന സ്പേസിനും ടൈമിനും അപ്പുറത്തുള്ള, അതിലും നിറഞ്ഞതും അതിനും അപ്പുറത്തുള്ള ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ സൃഷ്ടാവായ ഒരു ആശയത്തെക്കുറിച്ചിട്ടാണ് ഈ തിയോളജി, ദൈവത്തെക്കുറിച്ചുള്ള ചർച്ചകളുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ആ ഒരു വിഷയത്തിൽ ചേർന്ന് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നതും അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസുമായി തന്നെ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. അതൊരിക്കലും ഫോർമലായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെടാനുള്ളതല്ല ദൈവം എന്ന് പറയുന്നത്. പകരം ഒരാളുടെ പേഴ്സണൽ വിശ്വാസത്തിലൂടെയും ആ ഒരു ഫീലിങ്ങിലൂടെയും, അതുപോലെ തന്നെ അത് സേക്രഡ് ടെക്സ്റ്റ്, അതായത് നമ്മൾ ഹെർമനോട്ടിക്സിൻ്റെ ഒരു ചർച്ച ഈ ഒരു വിഷയത്തിൽ വരുന്നല്ലോ, ടെക്സ്റ്റുകളെക്കുറിച്ചുള്ള ഒരു വിഷയം. സേക്രഡ് ടെക്സ്റ്റുകളുടെയും, അതായത് വഹി, അതായത് റിവലേഷനുമായി ബന്ധപ്പെട്ട ലോകമാണ്, അഭൗതികമായ വിഷയമാണ്, ഫിസിക്കലല്ല, ഇത് മെറ്റാഫിസിക്കലാണ്. അങ്ങനെയുള്ള വർത്തമാനങ്ങളെ സയൻസിൻ്റെ ചർച്ചകളുടെ കണ്ണികളിലേക്ക് ഒതുക്കാൻ കഴിയില്ല എന്നാണ് ഈ ഒരു വിഷയത്തിൽ ചർച്ചകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സയൻസിൻ്റെ പ്രധാന ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഹൗ ആൻഡ് വാട്ട് എന്നുള്ളതാണ്. ഈ ഭൗതികമായ നിയമങ്ങൾ, അതിൻ്റെ മെക്കാനിസങ്ങൾ, അതിൻ്റെ പ്രോസസ്സുകൾ, അതുപോലെ തന്നെ ഈ പ്രതിഭാസങ്ങളെ, ഒരു ഒബ്സർവബിൾ ഫിനോമിന, അതിനെയൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടാണല്ലോ സയൻസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എംപിരിക്കൽ ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റേഷനും അത് ഫാൾസിബിൾ ഹൈപ്പോത്തിസിസും, ഇങ്ങനെ ഈ വിവിധ ഹൈപ്പോത്തിസുകൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളാണല്ലോ ഈ സയൻസ് എന്ന് പോലും പറയുന്നത്. അതുമാത്രമല്ല, ഈ സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫഷണലായ, എപ്പോഴും റിവിഷൻ ആവശ്യമുള്ള പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റിവിഷൻ തന്നെ നടത്തുന്ന ഒരു വളരെ ലിമിറ്റഡായ ഒരു കൺസെപ്റ്റിനെയാണല്ലോ സയൻസ് എന്ന് പോലും പറയുക. എന്നാൽ ദൈവം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക അഭൗതികമായ ശക്തിയെക്കുറിച്ചിട്ടുള്ള ചർച്ചകളാണ്. അത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻറ്റിലൂടെയോ
അല്ലെങ്കിൽ ഇമ്പീരിക്കൽ ഒബ്സർവേഷനിലൂടെയോ അത് വ്യക്തമാക്കാൻ കഴിയുന്ന, അതായത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരു പക്ഷേ അതേസമയം തന്നെ ഈ ലോജിക്കും റീസണും ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ആശയത്തെ കണ്ടെത്താനുള്ള സാധ്യതകൾ അപ്പോഴും ബാക്കിയാവുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ദൈവം എന്ന് പറയുന്ന ഒരു ആശയം നിലനിൽക്കുന്നത് വിശ്വാസത്തിലാണ്, അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിലാണ്, അതായത് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്, ഫിലോസഫിക്കൽ ആർഗ്യുമെൻറ്റിലാണ്, അതിൻ്റെ കൂടെ തന്നെ വ്യക്തിഗതമായ ആത്മീയ ആധ്യാത്മിക അനുഭവ പരിചയങ്ങളിലും കൂടാണ്. ഈ ഒരു പ്രത്യേകതയും കൂടി ദൈവവുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റാഫിസിക്കലായ ഒരു വിഷയത്തെ ഫിസിക്കലായ ഒരു ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന സയൻസ് കൊണ്ട് സ്ഥാപിക്കാൻ കഴിയില്ല എന്നും കൂടി നമ്മൾ ഇതിനെ ചേർത്ത് പറയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ ഒരു വിഷയത്തിൽ ഏറ്റവും വളരെ വിവാദപരമായ വിഷയമാണല്ലോ ഡാർവിനിസവും ക്രിയേഷനിസവും. ചാൾസ് ഡാർവിൻ്റെ ഡാർവിനിസം ആ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണല്ലോ പൊതുവേ ലോകങ്ങൾ മുഴുവൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ചാൾസ് ഡാർവിൻ പോലും അവസാന സമയത്ത് അത് തിരുത്തുന്നത് കാണാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പൊതു പൂർവികനിലേക്കാണ് കണക്റ്റ് ചെയ്യുന്നത്. അത് മങ്കിയാണെന്നൊക്കെ പറഞ്ഞ് പിന്നീട് വിശദീകരിക്കപ്പെട്ടതാണ്, കുരങ്ങിലേക്ക്. പക്ഷേ അതിനേക്കാൾ ഒരു പൊതു കേന്ദ്രത്തിലേക്ക്, പൊതു ബിന്ദുവിലേക്ക് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആശയമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു തരത്തിൽ ചാൾസ് ഡാർവിൻ്റെ ചിന്താധാരയെ ഒരു കൊളോണിയലിസത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പോലും വിശദീകരിക്കുന്നത് കാണാം. കാരണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റൊക്കെയും അദ്ദേഹം ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് കൊളോണിയൽ ടൂളായി മാറിയത് പോലും പിന്നീട് ചരിത്രകാരന്മാർ, ഈ സോഷ്യോളജി ഹിസ്റ്ററി വിശദീകരിക്കുന്ന ചരിത്രകാരന്മാർ അത് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അതുമാത്രമല്ല, ചാൾസ് ഡാർവിൻ പോലും ആദ്യം എഴുതിയത് പിന്നീട് തിരുത്തുകയും അതിനാവശ്യമായ എവിഡൻസ് പോലും മൂപ്പരുടെ കയ്യിലുണ്ടായിരുന്നില്ല എന്ന രീതിയിൽ പിന്നീട് അതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ പോലും കാണാം. അപ്പോൾ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാശയം രൂപപ്പെടുകയും ആ ആശയം അതാണ് സയൻറ്റിഫിക് ആണെന്ന് അവകാശപ്പെടുകയും അതിനെതിരെ സംസാരിക്കുന്നവരൊക്കെയും യുക്തിരഹിതരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം പൊതുവേ ഈ സെക്കുലർ ലോകത്ത് ഉണ്ട്. കാരണം ആലോചിച്ച് നോക്കുക, പ്രൂഫ് ഇല്ലാതെ രൂപപ്പെടുത്തിയ ഒരു വിഷയത്തെ പ്രൂഫ് വേണമെന്ന് പറയുന്ന സയൻസിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വലിയൊരു വായന പോലും ഡാർവിനിസ്റ്റ് ചിന്തയുടെ ഒരു അതിവായന സംഭവിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ തരത്തിലേക്ക് പോലും ഡാർവിനിസത്തിൻ്റെ വലിയ ഇൻഫ്ലുവൻസ് ലോകത്തുണ്ടായി മാറി. പക്ഷേ ആ ഡാർവിനിസം പറയുകയും എന്നാൽ നിയോ ഡാർവിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഡാർവിൻ ചിന്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കുകയും ആ ഒരു പ്രോസസ്സ് ഡാർവിനെ തന്നെ തിരുത്തിക്കൊണ്ട് എന്നാൽ ഡാർവിനിസം കുഴപ്പമില്ല എന്ന് പറയുന്ന തരത്തിലുള്ള നിയോ ഡാർവിനിസ്റ്റ് കൺസെപ്റ്റുകളും പിന്നീട് രൂപപ്പെട്ടതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. അതായത് ലമാർക്കിസം എന്ന് പറയുന്നൊരു കൺസെപ്റ്റൊക്കെ ഉണ്ട്. അതാണ് പിന്നീട് കൂടുതൽ വിശദീകരിക്കുന്നത്. ഗ്രിഗർ മെൻ്റലാണ് ഈ മെൻ്റലിയൻ ജെനറ്റിക്സ് എന്ന് പറയുന്നൊരു ആശയമൊക്കെ മുന്നിലൂടെ വെച്ചുകൊണ്ട് ഈ ഡാർവിന് പറ്റിയ കുഴപ്പങ്ങൾ തിരുത്തിക്കൊണ്ട് കുറച്ചും കൂടി നിഗമനങ്ങൾ ചേർത്തുകൊണ്ട് ഇതാണ് സയൻറ്റിഫിക്കായി എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന രീതികളും ഈ ഡാർവിനിസത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഡാർവിനിസത്തെ തന്നെ എതിർക്കുന്ന ഈ സയൻറ്റിസ്റ്റുകളുണ്ട്, അതായത് ദൈവവിശ്വാസികളായ സയൻറ്റിസ്റ്റുകളുണ്ട്. നമ്മളിവിടെ ഒരു പ്രശ്നം വരുന്നത് സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്നത് യുക്തിവാദികളാവണം, സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്നത് റാഷണലിസ്റ്റ് ആവണം, സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്നത് മതവിരുദ്ധരാവണം എന്ന് പറയുന്നൊരു വാദം പോലും ഉണ്ടായത് ഈ ഡാർവിനിസത്തിൻ്റെയുള്ള ശക്തമായ ഒരു ഭക്തി കാരണവും കൂടിയിട്ടാണ്. കാരണം സയൻറ്റിസ്റ്റുകളായ ദൈവവിശ്വാസികളായ ധാരാളം പേർ, അത് വിവിധ മതത്തിൽപ്പെട്ട ധാരാളം പേരും ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് സെക്കുലർ എന്ന് പറയുന്ന ഒരു ആശയം, സെക്കുലറിസം എന്നൊരു ആശയം രൂപപ്പെടുകയും മതം പബ്ലിക് ലൈഫിൽ നിന്നും പബ്ലിക് ഇൻ്റലക്ച്വൽ ഡിബേറ്റുകളിൽ നിന്നും ഡിസ്കോഴ്സിൽ നിന്നും വ്യതിരിക്തമായി മാറുക, അത് പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെയോ പ്രൈവറ്റ് സ്പിയറിലേക്ക് മാത്രം ഒതുങ്ങുക ചെയ്യുന്ന പറയുന്ന ഒരു ആശയം രൂപപ്പെട്ടതോടുകൂടി അത് ഏറ്റെടുത്ത ആൾക്കാർ മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന അത് സയൻറ്റിസ്റ്റുകളാണെങ്കിൽ പോലും അവരൊക്കെയും പ്രതിലോമകാരികളാണ്, അല്ലെങ്കിൽ അവരൊക്കെയും യുക്തിരഹിതരായ സയൻറ്റിസ്റ്റുകളാണ്, അന്ധവിശ്വാസികളായ സയൻറ്റിസ്റ്റുകളാണെന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സെക്കുലറിസ്റ്റുകളാണ് രൂപപ്പെടുത്തിയത്. അതും കൂടി നമ്മൾ ഈ ഒരു വിഷയത്തിൽ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ധാരാളം പേർ സയൻസിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ ഈ റോജർ ഗറോഡി, അതായത് ഫ്രാൻസിൻ്റെ കമ്മ്യൂണിസ്റ്റ്
നാഷണൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന വളരെ ഡൊമിനൻ്റായ നേതാവായിരുന്നു റോജർ ഫറോഡി എന്ന് പറയുന്ന റജാ ഗരോഡി എന്നാണ് അദ്ദേഹത്തെ മലയാളത്തിൽ പ്രൊനൗൺസ് ചെയ്യുക. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നത് കാണാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ്, അതായത് ദൈവനിഷേധ ആശയത്തിൻ്റെ പ്രധാന നേതാവായ ആൾ എന്നാൽ അതേസമയം തന്നെ കൂടുതൽ വായനയും പഠിച്ചുകൊണ്ട് ദൈവവിശ്വാസിയായി മാറുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ധാരാളം പേർ ഇപ്പം മർഡൂക്ക് പിത്താലിനെ പോലുള്ള ഒരുപാട് ബുദ്ധിജീവികൾ ഇസ്ലാം സ്വീകരിക്കുന്നത്, ഞാൻ ഇസ്ലാം സ്വീകരണത്തിലേക്കാണ് പറയുന്നത്, ദൈവവിശ്വാസത്തിലേക്കും ഏകദൈവ വിശ്വാസത്തിലേക്കും വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ഫറോവയുടെ മമ്മിയുമായി ബന്ധപ്പെട്ട് വിവിധ പഠനങ്ങൾ നടത്തി ധാരാളം പേർ ഇസ്ലാം സ്വീകരിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇത് വേറെ ഒന്ന് അന്വേഷിച്ചാൽ തന്നെയും ഈ സയൻസ് എന്ന് പറയുന്നത് അതൊരു മോണോലിത്തിക്കായ ഒരാശയമാണ് എന്ന് കരുതുന്നത് പോലും അബദ്ധമാണ്. അതാണ് ഞാൻ ചേർത്ത് പറഞ്ഞത്. കാരണം ഈ ലോജിക്ക് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകം പറഞ്ഞല്ലോ, രണ്ട് തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാൻ പറ്റുന്ന ഒരു ആശയമാണ്. അവിടെയാണ് ഇസ്ലാം ഈ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നത്. ഇസ്ലാം എങ്ങനെയാണ് ഈ പറയുന്ന ദൈവസങ്കല്പത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? അതാണ് നമ്മൾ പ്രധാനമായ വിഷയം. അതിനു മുമ്പ് ഈ ഇവല്യൂഷനെക്കുറിച്ച് പറയണമല്ലോ. കാരണം ബാക്കിയുള്ള മതങ്ങളും ക്രിയേഷനിസം എന്ന് പറയുന്ന ആശയമാണ് മുന്നിൽ വെച്ചെങ്കിലും ഇസ്ലാം ആദ്യമേ തന്നെ ദൈവസങ്കല്പം അല്ലെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നത് ആദ്യം അള്ളാഹു ഒരു സമ്പൂർണനായ വകതിരിവുള്ള വിവേകമുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. കാരണം നമ്മളുടെ ഒരു ഹിസ്റ്ററിയിൽ പോലും ഇവല്യൂഷൻ തിയറി വലിയൊരു ഘടകമായി മാറിയിരുന്നല്ലോ. മനുഷ്യൻ അപരിഷ്കൃതൻ പിന്നീടാണ് വസ്ത്രത്തിലേക്ക് എത്തുന്നതും പിന്നീടാണ് വിദ്യ ആർജിക്കുന്നതും അങ്ങനെയാണ് സിവിലൈസ്ഡായി മാറുന്നതെന്നും പറയുന്നു. ഈ ഒരു ആശയം തന്നെ നമുക്കറിയാം, കൊളോണിയലിസം, ബാർബറിക്കെന്നും സിവിലൈസ്ഡ് എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ കടമെടുക്കുന്നത് പോലും നമുക്ക് കാണാം. പക്ഷേ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ആദ്യത്തെ മനുഷ്യൻ നബിയാണ്, പ്രവാചകനാണ്, റിവലേഷൻ ലഭിക്കുന്ന ആളാണ്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത വിവരമുള്ള ആളായിരുന്നു. അല്ലമൽ ആദമൽ അസ്മാ കുല്ലഹ, സൂറ ബഖറയിൽ അത് പറയുന്നുണ്ട്. ആദമിന് നാമങ്ങളെല്ലാം നാം പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നൊരു വിവരം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുമ്പോൾ വനഫ്സിം വമാ സവ്വാഹ, നഫ്സിനെ ശരിയാക്കിയവനെ കൊണ്ട് സത്യം, അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ, ഓരോ മനുഷ്യനും എന്ത് ചെയ്തു, തിന്മയെക്കുറിച്ചും നന്മയെക്കുറിച്ചും നാം ബോധനം നൽകിയെന്ന് പറയുന്നൊരു ബോധം തന്നെയുണ്ട്. അതായത് നന്മ തിന്മ എന്നൊക്കെ പറയുന്നത് ആദ്യമേ തന്നെയുള്ള വിജ്ഞാനമുള്ള, സംസ്കാരമുള്ള, വിവേകമുള്ള, അതുപോലെ തന്നെ ജ്ഞാനമുള്ള, നന്മയെ തിന്മയെക്കുറിച്ച് ബോധമുള്ള ഒരു സൃഷ്ടി എന്ന നിലയിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഇത് ഇവല്യൂഷൻ തിയറിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ സെക്കുലർ ചരിത്ര വായനയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ആ തരത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പോലും ഉള്ളത്. ഞാനത് ചേർത്ത് പറയാൻ കാരണം ഇവല്യൂഷനെ എങ്ങനെ ഇസ്ലാം മാറ്റിവെക്കുന്നു, എതിർക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് അത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇസ്ലാം എങ്ങനെയാണ് ദൈവത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതിന് നമുക്ക് നിരവധി പോയിൻ്റുകൾ ഈ വിഷയത്തിൽ തന്നെ ഉണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം നമുക്ക് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, ഇമാം അബൂ ഹനീഫയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇമാം അബൂ ഹനീഫ എന്ന് പറയുന്നത് ഉമയ്യ അബ്ബാസി കാലഘട്ടത്തിൻ്റെ ആ ഒരു അവസാന കാലത്ത് ജീവിച്ച ഒരാളാണ്. ഉമയ്യ കാലഘട്ടത്തിൻ്റെ അവസാനം ജീവിച്ച ഒരാളാണ്. അതായത് അദ്ദേഹം ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം താബികളെന്ന് പറയും. താബിയായിട്ടോ അതായത് സലഫുകളിൽപ്പെട്ട ആളാണ്. ആദ്യകാല ഏറ്റവും നല്ല ജനറേഷനിൽപ്പെട്ട ഒരു പണ്ഡിതൻ എന്ന നിലയിലാണ് പറയുന്നത്. ഹനഫി മദ്ഹബിൻ്റെ ഫൗണ്ടർ എന്ന നിലയിൽ ചേർക്കപ്പെടുന്ന ഒരാളാണ്. ഇമാം അബൂ ഹനീഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ലോജിക്ക് പ്രധാന ഘടകമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അഹ്ലുർ റഅ്യ്, അഭിപ്രായത്തിൻ്റെ ആൾ, ലോജിക്കിൻ്റെ ആളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇതേപോലെ ദൈവനിഷേധികളായ യുക്തിവാദികളുണ്ടായിരുന്നു. യുക്തിവാദി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ടായി തരംതിരിക്കണം. ദൈവനിഷേധികളായ യുക്തിവാദികളുമുണ്ട്, ദൈവത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന യുക്തിവാദികളുമുണ്ട്. യുക്തിവാദം എന്ന് പറയുന്നത് മുഴുവനും ദൈവനിഷേധത്തെക്കുറിച്ച് പറയുന്നതല്ല. ആസ്തികരായ യുക്തിവാദികളുമുണ്ട്, നാസ്തികരായ യുക്തിവാദികളുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നാസ്തികരായ ദൈവനിഷേധികളായ യുക്തിവാദികൾ ഇമാം അബൂ ഹനീഫയെ ദൈവസങ്കല്പത്തെക്കുറിച്ച് ഒരു ഡിബേറ്റിന് വെല്ലുവിളിച്ചു.
ദൈവം ഇല്ല എന്നാണ് അവർ വാദിക്കുന്നത്. ദൈവമുണ്ട് എന്ന് സ്വാഭാവികമായും ഇമാം അബൂ ഹനീഫ പറയുന്നു. അപ്പോൾ ഒരു സ്ഥലം അവർ നിശ്ചയിക്കുന്നു, നമുക്കിന്ന സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറയുന്നു. ഇവരവരുടെ എത്തുന്നു, അതായത് നിഷേധികളായ ആൾക്കാർ ആദ്യമേ അവരെത്തുന്നു. അപ്പോൾ ഇമാം അബൂ ഹനീഫയെ വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹം കുറേ സമയം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എത്തുന്നത്. കുറേ കഴിഞ്ഞെത്തുമ്പോൾ നിങ്ങൾ വലിയ മുസ്ലിം പണ്ഡിതനാണ്, വലിയ നേതാവാണ്, എന്നിട്ടും ഇത്രയും സമയത്ത് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു കഥ അവിടെ പറയുന്നുണ്ട്. ഞാൻ വരുമ്പോൾ എനിക്ക് ഷിപ്പ് ഉണ്ടായിരുന്നില്ല, ഒരു കപ്പൽ വേണമല്ലോ, ബോട്ട് കടന്ന് വരണം. അപ്പോഴാണ് ഞാൻ കാത്തിരിക്കുമ്പോൾ കുറേ പലകകൾ ഇങ്ങനെ ഒഴുകി വരുന്നു. എൻ്റെ മുന്നിൽ ആ പലകളെല്ലാം കൂടെ ചേർന്നൊരു ഷിപ്പായി സ്വയം മാറുന്നു. അങ്ങനെ ആ ഷിപ്പിൽ കയറിയിട്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ടാണ് ഈ വൈകിയതെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന, നിങ്ങൾ എന്ത് പൊട്ടത്തരയി പറയണേ, ഷിപ്പ് എങ്ങനെ സ്വന്തമായി ഉണ്ടാവുക, അത് നിങ്ങൾ ഇത്രയും ബുദ്ധിയില്ലാത്ത ആളാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇമാം അബൂ ഹനീഫ തിരിച്ച് പറയുന്നുണ്ട്, ഓക്കെ, ഒരു ഷിപ്പിന് പോലും സ്വന്തമായി ഉണ്ടാവാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, എന്നാൽ ഈ ലോകം മുഴുവനും ഒരു സൃഷ്ടാവില്ലാതെ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ഷിപ്പിനെ നയിക്കാൻ പറ്റുന്ന, ഈ ലോകത്തെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സെയിലർ ഇല്ലാതെ എങ്ങനെയാണ് ഈ ലോകം, വലിയ ലോകം തന്നെ ഉണ്ടാവുക എന്ന് അദ്ദേഹം തിരിച്ച് ചോദിക്കുന്നത് കാണാൻ കഴിയും. അപ്പം പിന്നീട് ചരിത്രം പറയുന്നത് ഈ സ്കെപ്റ്റിക്കുകളായി മനുഷ്യന്മാർ നിശബ്ദരായി എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അതിലൂടെ അദ്ദേഹം പ്രധാനമായി ഉദ്ദേശിക്കുന്നത്, ഈ അനലോളജി കൊണ്ട് ഈ താരതമ്യം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു ഡിസൈനും ഒരു ഓർഡറും അത് ലോകത്തിന് ഒരു കൺസെപ്റ്റ് അനിവാര്യമായി മാറുന്നു. അതുപോലെ തന്നെ ഒരു കോസ് അനിവാര്യമായി മാറുന്നു. സൃഷ്ടിക്ക് ഒരു കാരണമുണ്ടാകുന്നു, ആ കാരണം ദൈവമായി മാറുന്നു. അതുപോലെ തന്നെ ഒരു മതപണ്ഡിതൻ തന്നെ, ഇമാം അബൂ ഹനീഫ ഒരു മതപണ്ഡിതൻ ഒബ്സർവേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓർഡറും കോംപ്ലക്സിറ്റിയും ഒരു പർപ്പോസ്ഫുൾ ഫങ്ഷനാലിറ്റിയെയും കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഡിസൈനർ ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു ആശയത്തെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് കാണുവാൻ കഴിയും. കാരണം ഈ ലോജിക്ക് ചർച്ചകളിലെല്ലാം പ്രധാനമായി നഷ്ടപ്പെടുന്നൊരു വിഷയം ഈ പർപ്പോസാണ്. എന്താണ് മിഷൻ, എന്താണ് വിഷൻ? ഇത് നമുക്ക് ഈ റീസണിങ് ലോജിക് ചർച്ചകളിൽ കാണുവാൻ കഴിയില്ല. കാരണം മനുഷ്യൻ സൃഷ്ടിച്ചു, അത് അവനെങ്ങനെ ജീവിക്കാനുള്ളതാണ്. ഖുർആൻ ആ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് കാണാൻ കഴിയും. ഇന്നമൽ ഹയാത്ത് ദുനിയ ലഅബും വലഹും വതഖാഫറും ബൈനക്കും വതഖാഫ് എന്ന് പറയുന്ന ഒരു ആയത്ത്, നീണ്ട ആയത്തുണ്ട്. അതായത് അന്നത്തെ മനുഷ്യന്മാർ കരുതുന്നത് ഈ ലോകമെന്ന് പറയുന്നത് ഭൗതിക ലോകം കളിയും ചിരിയുടെയും ബഹളങ്ങളുടെയും മത്സരങ്ങളുടെയും മാത്രമാണ്, ഇത്രയേ ഉള്ളൂ എന്നാണ് അവർ കരുതിയിരുന്നത്. അതേസമയം തന്നെ ഈ സൂറ യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർത്തമാനം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു തുരുമ്പിച്ച എല്ലെടുത്ത് ഇങ്ങനെ പൊടിച്ച് കാണിച്ചു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, നബിയെ അല്ല മുഹമ്മദേ, ഇതിൽ നിന്ന് എങ്ങനെയാണ് നിൻ്റെ റബ്ബ് ഇനി സൃഷ്ടിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നത്, എങ്ങനെയാണോ ഈ എല്ലിനെ സൃഷ്ടിച്ചത് അതേപോലെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ് അവൻ. അതായത് ലോജിക്ക് തന്നെ അവിടെ ഉപയോഗിച്ചുകൊണ്ട് ഈ എല്ല് ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, ആ എല്ലിനെ സൃഷ്ടിക്കാൻ എങ്ങനെയാണോ കഴിഞ്ഞത് അവന് തന്നെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയുന്ന രീതിയിൽ സൂറ യാസീനിൽ അവിടെ മറുപടി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ തരത്തിൽ ലോജിക്ക് കൊണ്ട് തന്നെ മറുപടി പറയുന്ന ഉദാഹരണങ്ങളും നമുക്ക് ഖുർആനിൽ വിശദീകരിച്ച് പറയുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം ഗസാലി, ഇബ്നു സീന, അതായത് ഇസ്ലാമിൻ്റെ മുസ്ലിം ചരിത്രത്തിലെ സുപ്രധാനമായ ഫിലോസഫേഴ്സ് എല്ലാം ഈ പറയുന്ന തരത്തിലുള്ള എല്ലാം ഒരു റീസണിങ്ങിന് അനിവാര്യമാവുന്ന വായനകൾ മുന്നോട്ട് വെക്കുന്നത് കാണുവാൻ കഴിയും. അവർ പറയുന്നത്, ഇമാം ഗസാലി പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് എല്ലാം ഒരു തുടക്കമുണ്ട്, ആ തുടക്കത്തിന് ഒരാൾ ആവശ്യമാണ്. അതുപോലെ ഇബ്നു സീന പറയുന്നുണ്ട്, എല്ലാത്തിനും ഒരു നെസസറിയായ വാജിബുൽ വുജൂദ് എന്ന് പറയുന്നൊരു പദപ്രയോഗമാണ് അത് ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും എന്താണ്, ഒരു നെസസറി ആവശ്യമാണ്. ആ നെസസറി ആയ ഒരു പശ്ചാത്തലമില്ല എങ്കിൽ അതെന്താവില്ല, ഇതൊന്നും നടക്കുകയില്ല എന്ന് അദ്ദേഹം അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിത്ര എന്ന് പറയുന്നൊരു കൺസെപ്റ്റും കൂടി ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് കാണുവാൻ കഴിയും. കാരണം അതിൽ വളരെ രസകരമായൊരു കാര്യം ഖുർആൻ പറയുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ അഭൗതികമായ ശക്തിയെയാണ് ആദ്യം ബന്ധപ്പെടുക. ആരുമില്ല എങ്കിൽ പടച്ചോനെ എന്ന് വിളിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് അവൻ്റെ ഇന്നർ സെൻസിൽ അടക്കം ചെയ്തിരിക്കുന്ന ഒരു ആശയമാണെന്നാണ് ഖുർആൻ അവകാശപ്പെടുന്നത്. കാരണം മനുഷ്യൻ്റെ ഉള്ളിനുള്ളിൽ അവൻ്റെ സബ് കോൺഷ്യൻസിൽ പോലും ദൈവസങ്കല്പം ഉണ്ടെങ്കിൽ പോലും അവൻ്റെ അള്ളാഹു അവന് നൽകിയ
ഈ ചോയ്സ് ഓഫ് സെലക്ഷൻ ഉണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്ന വാദത്തിലേക്ക് എത്തിച്ചേരുകയാണ് മനുഷ്യന്മാർ ചെയ്യുക എന്ന് പറയുന്നൊരു ഒരു കൺസെപ്റ്റ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാം ഫിത്രത്തിലാണ്, ഈ പറയുന്ന സംശുദ്ധമായ സാഹചര്യത്തിലാണ് ജനിക്കുന്നത്. പക്ഷേ അവൻ്റെ മാതാപിതാക്കളാണ് അവരെ ക്രിസ്ത്യാനിയാക്കുന്നതും യഹൂദനാക്കുന്നതും മജൂസിയാക്കുന്നതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കാരണം ആ ഫിത്രത്ത് എന്ന് പറയുന്നത് അള്ളാഹു പടച്ചതാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ്. ആ ഫിത്രത്തിൽ ദൈവിക ബോധം ഉള്ളിൻ്റെ ഉള്ളിൽ അത് അടങ്ങിയിരിക്കുന്നു എന്നാണ് ഖുർആൻ ഈ പറയുന്ന പ്രൂഫുമായി ബന്ധപ്പെട്ട് വർത്തമാനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൗഹീദ്, അപ്പോൾ ഇസ്ലാം എങ്ങനെയാണ്, ഈ ഒരു ചർച്ചയിൽ മുന്നിൽ വെച്ചുകൊണ്ടാണ് തൗഹീദിനെ കുറിച്ച് ഇസ്ലാം സംസാരിക്കുന്നത്. തൗഹീദ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ ഒരു ഏകദൈവ വിശ്വാസമാണ്. മറ്റുള്ള മതങ്ങളെപ്പോലെ ഒരു തരത്തിലുമുള്ള കലർപ്പും അംഗീകരിക്കാൻ അനുവദിക്കാത്തൊരാശയമാണ് ഇസ്ലാമിൽ തൗഹീദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂറ ഇഖ്ലാസ്, ആ സൂറത്ത് തന്നെ പ്രത്യേകം എടുത്ത് പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം കുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാകുന്നു. അള്ളാഹു സമദ്, ഈ സമദ് എന്നുള്ള പദപ്രയോഗത്തിന് ധാരാളം അർത്ഥങ്ങളാണുള്ളത്. അതിന് സാധാരണ പറയുന്നത് ഇൻഡിപെൻഡൻ്റ് എന്നുള്ള അർത്ഥമാണ്. അതായത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ ഒരാളും ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനും എന്നാൽ എല്ലാവരും ആശ്രയിക്കുന്നവനുമായ ശക്തി എന്ന രീതിയിലാണ് സമദ് എന്ന പദത്തെ വിശദീകരിക്കുന്നത്. വേറെയും ധാരാളം അർത്ഥങ്ങൾ ആ പദത്തിനുണ്ട്. നേതാവ്, സഹായം നൽകുന്നവൻ, ഉയർന്നു നിൽക്കുന്നവൻ എന്നൊക്കെയും വിവിധ അർത്ഥങ്ങളുണ്ട്. അത് വേറെ നമുക്ക് പഠിക്കാം. പക്ഷെ അതേസമയം തന്നെ തൊട്ടടുത്തായത് നോക്കുക, കുല്ലു അള്ളാഹുദ്, അള്ളാഹു സമദ്, ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും സന്താനവുമല്ല, ആരെയും ജനിപ്പിച്ചിട്ടുമില്ല. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായി സമരായി ആരുമില്ല. കാരണം ആ ഒരു അവകാശം വരുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുന്ന വാദം അതിനെതിർക്കുക, വിഗ്രഹങ്ങളെ ശക്തമായി എതിർക്കുക, ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ശക്തമായി തള്ളിക്കളയുക. ഖുർആൻ ദൈവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതാണ് മറ്റൊരു രസം, മറ്റൊരു പ്രത്യേകമായൊരു വിഷയം നമുക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് കാണാം. അത് അള്ളാഹു പറയുന്നുണ്ട്, ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായാൽ എന്താണ് ഒരു പ്രശ്നം? ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാ ലഫസദത, അതായത് ഈ ദുനിയാവിലെങ്ങാണം അള്ളാഹു അല്ലാതെ വേറെ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ദുനിയാവിൽ ആ കൂടി നാശങ്ങൾ സംഭവിക്കുമായിരുന്നു എന്നാണ്. കാരണം അധികാരം പങ്കുവെക്കുക എന്ന് പറയുന്നത് അതൊരു പ്രശ്നമാണ്. വേറെ ഒന്ന് ആലോചിച്ച് നോക്കുക, അള്ളാഹു ഏകനാണെന്ന് പറയുന്നതിൻ്റെ ആശയം എന്താണ്? അള്ളാഹുവിന് കുടുംബമുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ദുർബലനായി മാറുന്നു. കാരണം ഭാര്യ, മക്കൾ എന്നൊക്കെ പറയുന്നത് വീക്ക്നെസ്സാണ്, മനുഷ്യൻ്റെ ദൗർബല്യങ്ങളാണ്. അങ്ങനെ ദൗർബല്യമുള്ള ഒരാളായി മാറുന്നു. അതുകൊണ്ടാണ് കുടുംബമില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആനെ തന്നെ അള്ളാഹു പറയുന്നത് അൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന പദപ്രയോഗത്തിലാണ് 99 നാമങ്ങൾ. ഈ 99 നാമങ്ങളിലൂടെ ഖുർആൻ എടുത്ത് പറയുന്ന കാരണം അള്ളാഹുവിൻ്റെ ഓരോ ശക്തികളെ പരിചയപ്പെടുത്തലാണ്. അതിലാദ്യം തന്നെ ഖുർആൻ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളതാണ്. ദൈവസങ്കല്പം എന്ന് പറയുന്നത് പൊതുവെ ലോകത്തിൽ ക്രൂരനായ, സൃഷ്ടിക്കുന്ന, ശാപങ്ങൾ വരുത്തുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഭയക്കേണ്ട ഒരാളെന്ന നിലയിലാണ് ദൈവസങ്കല്പത്തെ പൊതുവായി പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിൽ പോലും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യരുത്, അള്ളാഹു ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ഒരു രീതിയിലൂടെയാണ് മുസ്ലിങ്ങൾ പോലും അത് ഏറ്റെടുത്ത് കാണാം. പക്ഷേ ഖുർആൻ ആ രീതിയിലല്ല അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. അർ റഹ്മാൻ റഹീം എന്നുള്ളതാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഈ റഹ്മാൻ റഹീമുമാണ്. കരുണയുടെ അങ്ങേയറ്റം എന്നാണ് അതിൻ്റെ അർത്ഥം. സൂറ ഫാത്തിഹയിൽ തന്നെ 2 വട്ടം ആ പദപ്രയോഗം ആവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. അർ റഹ്മാൻ റഹീം, അതായത് ദൈവസങ്കല്പം എന്ന് പറയുന്നത് മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന എന്നൊരു കൺസെപ്റ്റാണ് ഉള്ളത്. ഒരു മതം അവരുടെ ദൈവം, അവരുടെ വിശ്വാസികൾ എന്ന് പറയുന്നൊരു ആശയമാണ് പഠിപ്പിക്കുന്നത് എന്നാണ് പൊതുവെ മതത്തെക്കുറിച്ചുള്ള വായന. എന്നാൽ ഇസ്ലാം ദൈവത്തെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? അത് റബ്ബുൽ ആലമീനാണ്. റബ്ബുൽ ആലമീൻ എന്ന് വെച്ചാൽ ആലം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ്, പ്രപഞ്ചം. ആലമീൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചങ്ങൾ, സകല പ്രപഞ്ചങ്ങളുടെയും റബ്ബ് എന്നുള്ളതാണ്. റബ്ബ് എന്ന പദത്തിന് പോലും അർത്ഥമെന്ന് പറഞ്ഞാൽ ധാരാളം അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം സംരക്ഷകനാണ്, പ്രൊട്ടക്ടറാണ്, പ്രൊവൈഡറാണ്, മെയിൻറ്റെയിനറാണ്, സസ്റ്റെയിനറാണ്, മാനേജറാണ്, ലോഗീവറാണ്, സൃഷ്ടാവാണ്, പോറ്റുന്നവനാണ്, നോക്കുന്നവനാണ്. ധാരാളം അർത്ഥമുള്ള പദമാണ് റബ്ബ് എന്നുള്ള പദം. അപ്പോൾ അള്ളാഹുവിനെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് ലോകങ്ങളുടെ സൃഷ്ടാവെന്നാണ്, മുസ്ലിങ്ങളുടെ സൃഷ്ടാവെന്നല്ല, മുസ്ലിങ്ങളുടെ ദൈവം എന്നല്ല.
കാരണം ദൈവത്തെക്കുറിച്ച് ഓരോ മതവും അവരുടെ ദൈവം എന്ന രീതിയിലാണല്ലോ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആഖ്യാനങ്ങളാണുള്ളത്. കാരണം ഖുർആനുമായി ബന്ധപ്പെട്ടതിനെയൊക്കെ പൊതുവായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് റബ്ബുൽ ആലമീനാണ്. രണ്ടാമത് ഇപ്പോൾ ഖുർആനിനെ തന്നെ വേദഗ്രന്ഥം എന്ന നിലയിൽ മുസ്ലിങ്ങളുടെ കിതാബ് എന്നല്ല ഖുർആൻ അവകാശപ്പെടുന്നത്. പറയുന്ന ഹുദല്ലിന്നാസ് എന്നാണ്, ജനങ്ങൾക്ക് ഹുദ സന്മാർഗം നൽകാനുള്ള കിതാബ് എന്ന നിലയിലാണ്. അതായത് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം എന്നല്ല, പൊതുജനങ്ങളുടെ വേദഗ്രന്ഥം എന്ന നിലയിലാണ്. മൂന്നാമത് ഇതിനെ പ്രവാചകനെ മുഹമ്മദ് നബിയെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? അവിടെ നോക്കുക, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ എന്നാണ്. അതായത് സകല ജനങ്ങൾക്കും റഹ്മത്തായിട്ടാണ് നബിയെ താങ്കളെ അയച്ചിരിക്കുന്നത്, അതല്ലാതെ നാം അയച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് റഹ്മത്തല്ലിൽ ആലമീൻ, അതായത് റബ്ബുൽ ആലമീൻ എന്നതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും റഹ്മത്തല്ലിൽ ആലമീനാണ്, റഹ്മത്തല്ലിൽ മുസ്ലിമീൻ എന്നല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അള്ളാഹു റബ്ബുൽ ആലമീനാവുന്നു, ഖുർആൻ ഹുദല്ലിന്നാസ് ആവുന്നു, ജനങ്ങൾക്കുള്ള ഹുദയാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുൽ ആലമീനാവുന്നു. അതുപോലെ ഇസ്ലാം മിനൽ ളുലുമാതി ഇല നൂർ, വിവിധ തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഒരു ആശയം എന്ന നിലയിലാണ് ഇസ്ലാമിനെയും പരിചയപ്പെടുന്നത്. അത് എല്ലാവർക്കുമുള്ളതാണ്. തുഖ്രിജന്നാസ, ഖുർആൻ പ്രത്യേകം പറയുന്നത് ജനങ്ങളെ, സൂറ ഇബ്രാഹിമിൽ അത് പറയുന്നുണ്ട്, ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് ലൈറ്റിലേക്ക് പ്രകാശത്തിലേക്ക് നയിക്കുവാനാണ് ഇസ്ലാം എന്ന രീതിയിൽ ഖുർആൻ അവകാശപ്പെടുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ദൈവസങ്കല്പം ഇസ്ലാമിലുള്ള ദൈവസങ്കല്പം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു ദൈവം, മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം, മുസ്ലിങ്ങളുടെ പ്രവാചകൻ, മുസ്ലിങ്ങളുടെ മതം എന്ന രീതിയിലല്ല. പകരം ഇത് ഒരു സർവ്വലോകവ്യാപിയായ ഒരു ആശയത്തെയും ഈ ഒരു യൂണിവേഴ്സലായ ഒരു ആശയം പ്രദാനം ചെയ്യുന്നതാണ് നമുക്ക് ഈ മതത്തെ, ദൈവത്തെ, പ്രവാചകത്തെ, വേദഗ്രന്ഥത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നതിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് മറ്റുള്ള മതങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. അതുപോലെ തന്നെ ഖുർആൻ ആർഗ്യുമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന രീതികളുണ്ട്. ആർഗ്യുമെൻറ്റിന് അറബിയിൽ തന്നെ ആയത്ത് എന്ന പദമാണ് ഉപയോഗിക്കുക. ആയത്ത് എന്നതിന് രണ്ടർത്ഥമാണ്. ഒന്ന് ഖുർആനിക സൂക്തം, വേഴ്സ് എന്നുള്ള അർത്ഥവുമുണ്ട്. രണ്ടാമത്തെ ആയത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന സൈൻ, ദൃഷ്ടാന്തം, തെളിവ് എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട്. ഖുർആൻ അത് പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയും. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, അതായത് ഓരോരുത്തരുടെയും മനുഷ്യൻ്റെ ശരീരത്തിൽ പോലും ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനുള്ള, ദൈവാസ്യത്തിനുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. സൂറ ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 20-21 ആയത്തുകളിൽ, സൂറ ദാരിയാത്ത്, അള്ളാഹു പറയുന്നു, വഫിൽ അർളി ആയാത്തുലിൽ മൂഖിനീൻ, ഒരു വിശ്വാസം ദൃഢമായി വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഭൂമിയിൽ അതിനുള്ള ആയാത്തുകളുണ്ട്, തെളിവുകളുണ്ട്. എന്നിട്ട് തൊട്ടടുത്ത 21 ആയത്തിൽ പറഞ്ഞു, വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ആയത്തുകളുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ എന്താണ് ദീർഘവീക്ഷണം പുലർത്തുന്നില്ലേ? തുബ്സിറൂൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പോലും ഇൻസൈറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ എന്നാണ്. നിങ്ങളുടെ ഇൻസൈറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. ബസീറത്ത് എന്നുള്ള പദമാണ് ഇൻസൈറ്റ് എന്ന് പറയുക. അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സുഹൃത്താണ് സൂറത്തുൽ ഗാഷിയ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ലോകത്തോട് നിങ്ങൾ നോക്കുക, ആ ലോകത്തുള്ള തെളിവുകളിലൂടെ എന്നെ കണ്ടെത്തുക എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവുകളെ പരിചയപ്പെടുന്നത്. അതിലൊന്ന് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങളുടെ മുമ്പിലുള്ള ഒട്ടകത്തെ നോക്കുക, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും എന്ന് പറഞ്ഞു. വൈലൽ അർളി കൈഫ സുത്തിഹത് വൈല സമായി കൈഫ, ആ ആയത്ത് മുഴുവനും കാണാമല്ലോ. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുക, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭൂമിയിലേക്ക് നോക്കുക, അതെങ്ങനെയാണ് വിരിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തേക്ക് നോക്കിക്കൊണ്ട് എന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് ആ തരത്തിലുള്ള ലോജിക്ക് ഉപയോഗിക്കാൻ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊരായത്താണ് സൂറ ബഖറയിൽ 164 ആയത്ത്. ഈ ഒരുപാട് വിഷയങ്ങൾ ചേർത്ത് പറയുന്ന ഒരു ആയത്താണ്. അള്ളാഹ് പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്. അതായത് നിരത്തി എണ്ണി പറയാണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ, രാവിൻ്റെയും പകലുകളുടെയും മാറ്റത്തിൽ, നിങ്ങൾ ഈ കടലുകൾ സഞ്ചരിക്കുന്ന കപ്പലുടെ കാര്യത്തിൽ, നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപകാരമുള്ള കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ, വമാ അൻസലല്ലാഹു മിനസ് സമാഇ മാഅൻ, ആകാശത്തു നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ, മഴയിൽ, അതുകൊണ്ട് ഫഹിയ ബിഹിൽ അർള ബഅദ മൗതിഹ, വളരെ ചത്തുകിടക്കുന്ന
ഒന്നുമില്ലാതെ കിടന്ന ഭൂമിയെ ഞാൻ വീണ്ടും ജീവിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ബസ്ത ഫീഹിമ മിൻകുല്ലി ദാബ, ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് ഒന്നുമില്ലാത്ത സ്ഥലത്തുനിന്ന് പുതിയ പുതിയ ജീവികളെയും സൃഷ്ടികളെയും ഞാൻ ഉണ്ടാക്കുന്നു. അപ്പോൾ തസ്രീഫ് റീഹി വ സ്വഹാബിൽ മുസഹർ എന്നിട്ട് പറയുന്നു, ഈ കാറ്റുകളുടെ നീക്കങ്ങൾ, ഈ പറയുന്ന വലിയ മേഘങ്ങൾ, ബൈന സമാഇ വല്ലർദിൽ ആയാത്തിൽ ഖൗമി യഖിലൂൻ, ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയും അള്ളാഹ് അവസാനം പറഞ്ഞു നോക്കുക, ഇത് ആയാത്തിൽ ഖൗമി യഖിലൂൻ, ഇതൊക്കെയും ബുദ്ധിയുള്ള കൗമിന് സമൂഹത്തിന് ചിന്തിക്കാനുള്ള തെളിവുകളാണ്. ഇതൊക്കെയും പറഞ്ഞിട്ട് അവസാനം പറയുന്നത് അഖ്ല്, ബുദ്ധിയോട് ചേർത്തിട്ടുണ്ട്. ഖുർആൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുടെ തെളിവ് പറയുമ്പോൾ അതൊന്ന് ഫിക്റാണ്, ചിന്ത. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് കാണാം. മറ്റൊന്നാണ് അഫലാ തഅഖിലൂൻ, ഇപ്പോൾ പറഞ്ഞതുപോലെ അഖ്ല്, നിങ്ങൾ ഇൻ്റലക്റ്റ് ഉപയോഗിക്കുന്നില്ലേ എന്ന് കാണാം. തദബ്ബുർ മറ്റൊരു പദപ്രയോഗമാണ്, നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നില്ലാണ് തദബ്ബുർ എന്ന് പറയുന്ന വിശദീകരണം. അതുപോലെ തന്നെ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടുകൊണ്ട് കാണുന്നില്ലേ, അത് ഇൻസൈറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ എന്ന് പറയുന്നത് കാണാം. ഖുർആൻ മറ്റൊന്നാണ് ലുബ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് കാണാം, അതായത് ബുദ്ധി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നത് കാണാം. ഇങ്ങനെ ലുബ്, തഫക്കുർ, തദബ്ബുർ, അതുപോലെ തന്നെ ബസീറത്ത്, അതായത് അബ്സിറൂൻ എന്നുള്ള പദപ്രയോഗം, റഈ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ വീക്ഷിക്കുന്നില്ലേ എന്ന് പറയുന്ന കാര്യം, കണ്ണുകൊണ്ട് കാണുന്നില്ലേ എന്ന് പറയുന്ന ചോദ്യങ്ങളുണ്ട്. അഫലാ യൻദുറൂൻ, നിങ്ങൾ നോക്കുക, നെളർ എന്ന് പറയുന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത് കാണാം. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുപാടും നോക്കിയാൽ നിങ്ങൾക്ക് എന്നെയും, നിങ്ങളിലേക്ക് തന്നെ നോക്കിയാലും എന്നെയും മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്ന ലോജിക്കാണ് ഖുർആൻ ദൈവത്തെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെയൊക്കെയാണ് അള്ളാഹു അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം ഈ ദൈവത്തിൻ്റെ ഒരു ഇതിനെ സ്ഥാപിക്കുന്നത്. അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു ചർച്ചയിൽ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതാണ് ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയം. കാരണം ഈ ഖുർആൻ അധികവും അള്ളാഹുവിനെ അവൻ എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത്. ദൈവത്തിന് ജെൻഡറുണ്ടോ എന്ന് പറയുന്നത് വലിയ ചോദ്യമാണ്. കാരണം പൊതുവെ ഇസ്ലാമിനെ വിമർശിക്കാൻ ഉപയോഗിക്കുമ്പോഴൊരു ചർച്ചയാണ് അള്ളാഹു ഒരു ആണായ അള്ളാഹു ആണ് എന്ന രീതിയിലാണ്. കാരണം ഖുർആൻ എല്ലായിടത്തും ഹുവ, അവൻ എന്നുള്ള പദമാണല്ലോ ഉപയോഗിക്കുന്നത്. അതിന് ഒരു വിഷയമുണ്ട്. കാരണം അറബി ഭാഷയിൽ പൊതുവായ കാര്യങ്ങൾക്ക് മസ്കുലിൻ ഫോമാണ് ഉപയോഗിക്കുക. പൊതുവായൊരു കാര്യം പറയുമ്പോൾ യൂണിസെക്സായ വിഷയങ്ങളിൽ അധികവും ഉപയോഗിക്കുന്നത് മസ്കുലിൻ ഫോമാണ്. അതുകൊണ്ട് മാത്രമാണ് ഹുവ എന്ന് പറയുന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത്. വേറെ അതല്ലാതെ അതുകൊണ്ടാണ് സൂറ ഇഖ്ലാസിൽ അള്ളാഹുവിന് കുടുംബമില്ല എന്നും അള്ളാഹുവിന് മക്കളില്ല എന്നും പിതാവില്ല എന്നും തുല്യരായിട്ട് ആരുമില്ല എന്നും ഏകനാണെന്നും എന്നൊക്കെ വിശദീകരിക്കുന്ന ഈ പറയുന്ന യൂണിസെക്സിൻ്റെ ഒരു ആശയം അവിടെ നിലനിൽക്കുന്നുകൊണ്ടാണ്. ഒരു ജെൻഡേർഡായ ഒരു ചർച്ച പോലും ഇസ്ലാമിൽ തൗഹീദ് സംസാരിക്കുമ്പോഴില്ല. മറ്റൊരു പ്രത്യേകതയും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ തൗഹീദ് എന്ന് പറയുന്ന ഒരു ആശയം ഇസ്ലാം വെറും ഒരു മതസങ്കല്പത്തിൻ്റെ ഒരു ആധ്യാത്മിക ചർച്ചയായിട്ടല്ല പറയണത്. അള്ളാഹു പറയുന്നത് വിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി, ഒരാൾ തൗഹീദ് സ്വീകരിക്കുന്നതോടുകൂടി, ഏകദൈവ വിശ്വാസിയാവുന്നതോടുകൂടി സകല ഭയത്തിൽ നിന്ന് മുക്തമാകുന്നു എന്നുള്ളതാണ്. സകല തരത്തിലുള്ള ഈ സപ്രഷൻ, ഒപ്രഷൻ, ടോർച്ചർ, അടിമത്വം, സ്ലേവറി എന്ന ആശയത്തിൽ നിന്ന് മുക്തമാകുന്നു എന്നുള്ളതാണ്. കാരണം ഇസ്ലാം അങ്ങനെയാണ് തൗഹീദിനെ പറയുക. നമുക്ക് ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഉദാഹരണം അറിയാമല്ലോ. അദ്ദേഹം പീഡിപ്പിക്കപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുതലാളി അദ്ദേഹത്തെ അടിക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്ന അഹദ് എന്നുള്ള അള്ളാഹു ഏകനാണ്. അതായത് തൗഹീദ് ഒരു ലിബറേഷനാണ് നൽകുന്നത്. ആ ഒരു ലിബറേഷൻ ലിബറേഷൻ ഉൾക്കൊള്ളാത്ത ഒരു തൗഹീദ് ആവുന്നില്ല, ദൈവസങ്കല്പമാകുന്നില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം ഇസ്ലാമിൻ്റെ തൗഹീദിനോട് ഏറ്റവും അടുത്ത പദപ്രയോഗമാണ് ആഖിറത്ത് എന്ന് പറയുന്ന ഒരു ആശയം, പരലോകം എന്ന് പറയുന്നത്. കാരണം പരലോകത്തെ എന്തിനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? പരലോകം എല്ലാത്തിനുമുള്ളൊരു മറുപടി ആയിട്ടാണ്. പീഡിപ്പിക്കപ്പെടുന്നവന് അവന് അവകാശം ചോദിക്കാൻ ഒരു വേളയുണ്ടാവണം. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവന് എന്തുകൊണ്ട് നിഷേധിച്ചു എന്നത് അവകാശം നിഷേധിച്ചവനോട് ചോദിക്കാനൊരു വേളയുണ്ടാവണം. ജീവിതത്തിൽ ഒന്നുമില്ലാത്തവന് എല്ലാം കിട്ടുന്ന ഒരു വേളയുണ്ടാവണം. മാനസിക സംഘർഷങ്ങൾ അടിപ്പെട്ടുകൊണ്ട് ജീവിച്ചവന് സമാധാനപരമായ ലോകം നിലനിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. ഇങ്ങനെ ഒരു റെമഡി എന്ന നിലയിലും കൂടാണ് ആഖിറത്തിനെ ഇസ്ലാം പരിചയപ്പെടുന്നത്. അപ്പോൾ ആ തരത്തിൽ ദൈവസങ്കല്പമായി അനിഷേധ്യമായ ഒരു കണക്ഷൻ നമുക്ക് പരലോക ജീവിതവുമായി തന്നെ ചേർത്ത് ഖുർആൻ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിനെ കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ എങ്ങനെയാണ് ഈ സൃഷ്ടി രൂപവുമായി ബന്ധപ്പെട്ട ചർച്ച.
പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഒരിക്കലും കാണാൻ പറ്റുകയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. ഖുർആനും ചില പദപ്രയോഗങ്ങൾ പറയുന്നുണ്ട്. കൈ, അള്ളാഹുവിൻ്റെ കൈ എന്ന് പറയുന്നു, അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് പറയുന്നു, മുഖമെന്ന് പറയുന്നു, അള്ളാഹു സിംഹാസനസ്ഥനായി എന്നുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തൗറാത്ത് ജൂദായിസം പറഞ്ഞപ്പോൾ അത് വിശദീകരിച്ചിരുന്നു. ഈ പദങ്ങളൊക്കെയും കൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആശയം മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചിട്ടാണ്. അള്ളാഹുവിൻ്റെ മുഖമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രസൻസിനെ കുറിച്ചിട്ടാണ്. ഈ അള്ളാഹു അർഷിലിരുന്നു, സിംഹാസനത്തിലിരുന്നു എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ രാജാധിപത്യത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ ആ തരത്തിൽ മെറ്റഫറിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ചില പണ്ഡിതന്മാർ കൈഫിയത്തുൻ ബിലാ കൈഫിയ എന്ന് പറയുന്നൊരു പദം ഉപയോഗിക്കുന്നതാണ്. രൂപമില്ലാത്ത രൂപമാണ് അള്ളാഹുവിൻ്റേത്. രൂപമില്ലാത്ത രൂപം, ഒരു രൂപം വെക്കുന്നതോടുകൂടി അത് ഒരു സ്പേസിലേക്ക് ഒരു ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലൊരാശയം ഒരു തരത്തിലും ഇസ്ലാം അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടാവെന്ന് പറയുന്ന ബോധം നിലനിൽക്കുന്നതോടൊപ്പം തന്നെയും സമയത്തിൻ്റെയും കാലത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും അതിനേക്കാളും അപ്പുറം നിലനിൽക്കുന്ന ഒരു ശക്തി എന്ന നിലയിലാണ് ഇസ്ലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ബോധം നമുക്കുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.